PPD at PS വേൾഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ 3ാമത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 രാസപ്രവർത്തനങ്ങൾ പരിചയപ്പെട്ടു. അതനുസരിച്ച് ക്രിയാശീല ശ്രേണി തയ്യാറാക്കുകയും ചെയ്തു. ഏതൊക്കെയായിരുന്ന 2 പ്രവർത്തനങ്ങൾ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ, ലോഹങ്ങളും ജലവും തമ്മിലുള്ള രാസപ്രവർത്തനം. 2 റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, ഓക്സിജൻ, ലോഹങ്ങളും വായുവുമായുള്ള രാസപ്രവർത്തനം. ഈ 2 രാസപ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്ത് അതനുസരിച്ചുള്ള ക്രിയാശീല ശ്രേണി നമ്മൾ തയ്യാറാക്കി. ഇന്ന് നമ്മൾ 3ാമത്തെ ഒരു രാസപ്രവർത്തനം കൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്, ലോഹങ്ങളും ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. ഈ രാസപ്രവർത്തനം വിശകലനം ചെയ്തിട്ട് ഇതിനനുസരിച്ചുള്ളൊരു ക്രിയാശീല ശ്രേണി നമ്മൾ തയ്യാറാക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ക്രിയാശീല ശ്രേണി, ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രിയാശീല ശ്രേണി ഏതാണ് എന്നും പരിചയപ്പെടും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു കഷ്ണം മെഗ്നീഷ്യം ഇട്ട് നോക്കുന്നു, അയൺ ഇട്ട് നോക്കുന്നു, കോപ്പർ ഇട്ട് നോക്കുന്നു, ലെഡിൻ്റെ കഷ്ണം ഇട്ട് നോക്കുന്നു, സിങ്കിൻ്റെ കഷ്ണം ഇട്ട് നോക്കുന്നു. ഈ 5 ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ രാസപ്രവർത്തനം നടത്തുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ക്രിയാശീല ശ്രേണി അതനുസരിച്ച് തയ്യാറാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. നമ്മൾ അയൺ, മെഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക്, ഈ 5 മെറ്റൽ, ഈ 5 ലോഹങ്ങളുടെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലും കാണുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ അയൺ, ഇതിൽ മെഗ്നീഷ്യം, ഇതിൽ കോപ്പർ, ഇതിൽ ലെഡ്, PB പറഞ്ഞാൽ ലെഡ്, പിന്നെ സിങ്ക്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരേ അളവിൽ, ഏകദേശം ഒരേ അളവിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഏത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. എല്ലാ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ എടുക്കുന്നത് HCl ആണ്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരേ അളവിലെടുത്തിട്ടുള്ളത്. ഈ ആസിഡാണ്ട് ഒഴിക്കണോടുകൂടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനം, റിയാക്ഷനാണ് ഈ കാണുന്നത്. നോക്കൂ നിങ്ങൾ, അയൺ ഇട്ട ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ആസിഡിൽ നിന്ന് കുമിളകൾ ഉയർന്ന് കണ്ടില്ല നിങ്ങൾ? കണ്ടില്ലേ? മെഗ്നീഷ്യം ഇട്ട് കൊടുത്തും ധാരാളം കുമിളകൾ ഉണ്ടാവുന്നുണ്ട്. കോപ്പർ ഇട്ടപ്പോഴോ കുമിളകളൊന്നും കാണുന്നില്ല അല്ലേ? എയർ ബബിൾസ് ഒന്നും കാണുന്നില്ല. ലെഡ് ഇട്ട് കൊടുത്തും കുമിളകൾ കാണുന്നുണ്ട്. സിങ്ക് ഇട്ട് കൊടുത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം ഇങ്ങനെ കണ്ടപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ലോഹത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇട്ടപ്പോൾ കോപ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ, കോപ്പർ ഇട്ട ടെസ്റ്റ് ട്യൂബിൽ ഒഴികെയുള്ള എല്ലാ ടെസ്റ്റ് ട്യൂബുകളിലും കുമിളകൾ, വാതക കുമിളകൾ ഇങ്ങനെ ഉയർന്ന് കാണുന്നുണ്ട്. ഗ്യാസ് ബബിൾസ്. നിങ്ങളെ അഭിപ്രായം എന്താ? ഏത് ഗ്യാസ് ആയിരിക്കും? ആസിഡിലെ പൊതുഘടകമാണ് ഹൈഡ്രജൻ എന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്ന പൊതുഘടകമാണ്, കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്. അപ്പോൾ ഈ പുറത്തു പോകുന്ന വാതക കുമിളകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഗ്യാസാണ്. ഒരു സംശയം വേണ്ട, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് പുറത്തു പോകുന്ന വാതകം ഹൈഡ്രജൻ ആയിരിക്കും. ലോഹം ഇടുമ്പട്ടോ നിങ്ങൾ ഓരോ ടെസ്റ്റ് ട്യൂബിലേക്കൊന്ന് നോക്കിയിട്ട് പറ, ഏറ്റവും കൂടുതൽ കുമിളകൾ സ്വതന്ത്രമാക്കപ്പെടുന്നത് എവിടെയാണ്? ഏത് ടെസ്റ്റ് ട്യൂബിലാണ്? യെസ്, മെഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിൽ. ഇതിൽ നിങ്ങളെന്താ മനസ്സിലാക്കണത്? മെഗ്നീഷ്യത്തിന് രാസപ്രവർത്തന ശേഷി കൂടുതലാണ്. ദ റിയാക്ടിവിറ്റി ഓഫ് മെഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ അതർ മെറ്റൽസ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, അയൺ, മെഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക് എന്നീ ലോഹങ്ങളുടെ ഓരോ കഷ്ണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ കുമിളകൾ സ്വതന്ത്രമാക്കപ്പെട്ടത് മെഗ്നീഷ്യവും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ദാറ്റ് മീൻസ് മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. മെഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുമിളകൾ ഇതിലുണ്ടാവണോ നോക്കൂ? സിങ്ക് അല്ലേ? ശേഷി. അപ്പോൾ സിങ്കിനാണ് പിന്നെ റിയാക്ടിവിറ്റി കൂടുതൽ. സിങ്ക് കഴിഞ്ഞാൽ അയണിനാണോ ലെഡിനാണോ? അയൺ ഇട്ടപ്പുണ്ടായ കുമിളകളും ലെഡ് ഇട്ടപ്പുണ്ടായ കുമിളകളും നോക്കൂ. അയൺ ഇട്ടപ്പോഴാണ് ലെഡിനേക്കാൾ കൂടുതൽ ഹൈഡ്രജൻ സ്വതന്ത്രമാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ലെഡിനേക്കാളും റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതൽ അയണിനാണ്. പിന്നെ ലെഡ്, ഏറ്റവും അവസാനം കോപ്പർ നോക്കൂ. കോപ്പർ ആസിഡുമായി പ്രവർത്തിക്കണമെന്നില്ല.
കോപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ കുമിളകൾ ഉണ്ടാവുന്നത് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് കാണുമ്പം ഈ റിയാക്ഷൻ, ഈ രാസപ്രവർത്തനം വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും ഇതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് എഴുതാൻ പറഞ്ഞാൽ, ക്രിയാശീല ശ്രേണി എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ ഏത് എഴുതും? മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം ഒന്നാമതായിട്ട് എഴുതും. അതിനേക്കാൾ ക്രിയാശീലം കുറവ് സിങ്ക് രണ്ടാമതായിട്ട് എഴുതും. അത് കഴിഞ്ഞാൽ അയൺ മൂന്നാം സ്ഥാനത്തേക്കാണ്, ലെഡ് നാലാം സ്ഥാനത്തായിരിക്കും, ഏറ്റവും താഴെ കോപ്പറായിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ്. ഇപ്പോൾ ഇവിടെ ക്രിയാശീല ശ്രേണി എങ്ങനെ എഴുതുക? ഏറ്റവും മുകളിൽ മഗ്നീഷ്യം Mg, Zn, അയൺ, ലെഡ്, കോപ്പർ. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ലോഹങ്ങൾ ക്രമീകരിക്കുമ്പോൾ നമ്മൾ അതിനെന്താ പറയാം? അതിനെ നമ്മൾ ക്രിയാശീല ശ്രേണി എന്ന് പറയും. അപ്പോൾ ഈ രാസപ്രവർത്തനം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ക്രിയാശീല ശ്രേണി ഉണ്ടാക്കാൻ കഴിയണില്ലേ? ഇങ്ങനെ ക്രിയാശീല ശ്രേണി ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ. ടേക്ക് 5 ടെസ്റ്റ് ട്യൂബ്സ്. In each test tubes we take dilute hydrochloric acid in equal volume of magnesium, zinc, iron, lead and copper is taken and put in each test tube. Then each metal except copper react with hydrochloric acid to form hydrogen gas bubbles. More hydrogen gas bubbles are formed by the reaction of magnesium with hydrochloric acid. Then after magnesium, more hydrogen bubbles are formed by the reaction of zinc with hydrochloric acid. After that, more hydrogen gas bubbles are formed by the reaction of iron. Then by the reaction of lead. Copper does not react with hydrochloric acid. Okay? From this experiment, we can conclude that the reactivity series of the metals used here is magnesium, zinc, iron, lead and copper. When we going down, the reactivity of metals are decreasing. This is what is we called reactivity series. ഇനി ഇവിടെ നടന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആദ്യമൊക്കെ Mg plus HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ്. ശ്രദ്ധിക്കുക, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് പ്രവർത്തിക്കുമ്പോൾ മഗ്നീഷ്യവും ക്ലോറിനും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും. മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ രാസസൂത്രം കെമിക്കൽ ഫോർമുല MgCl2 എന്ന് എഴുതുക. MgCl അല്ല. അപ്പോൾ ക്ലോറിൻ്റെ 2 വേണ്ടേ? അപ്പോൾ 2 ക്ലോറിൻ ഇവിടെ വേണ്ടേ? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ 2HCl എടുക്കണം. ക്ലോറിൻ്റെ 2 ആവാൻ മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ക്ലോറിൻ്റെ 2 വേണം. അതുകൊണ്ട് Mg plus 2HCl gives MgCl2 plus Mg plus 2HCl gives MgCl2. പിന്നെ ഹൈഡ്രജനൽ ഉണ്ടാവുക. ഈ മഗ്നീഷ്യം ഈ ക്ലോറിനും പ്രവർത്തിച്ച് MgCl2 ഉണ്ടായാൽ പിന്നെ ബാക്കി ഹൈഡ്രജനലുള്ള H2 ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഉണ്ടാവുന്നു. ഹൈഡ്രജൻ്റെ വാതക കുമിളകൾ ഉണ്ടാവുന്നു. ഇനി സിങ്ക് Zn plus 2HCl gives Zn plus 2HCl gives ZnCl2 plus H2. H2 ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. അതേപോലെ അയൺ ആണെങ്കിൽ Fe plus 2HCl gives FeCl2 plus H2 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. പിന്നെ ലെഡാണ് നമ്മളെടുത്ത് Pb plus 2HCl gives PbCl2 plus H2. എല്ലാം ഒരേപോലുള്ള ഇക്വേഷൻസ് ആണ്. പിന്നെ അവസാനം നമ്മൾ കോപ്പറാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? Cu plus 2HCl gives no reaction. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബബിൾസ് ഗ്യാസ് ബബിൾസ് ഉണ്ടാകുന്നത് മഗ്നീഷ്യം ഇടുമ്പോഴാണ്. അത് കഴിഞ്ഞാൽ സിങ്ക്, അത് കഴിഞ്ഞാൽ അയൺ, അത് കഴിഞ്ഞാൽ ലെഡ്. ഒട്ടും ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാവാത്തത് കോപ്പർ. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. ഇതും കൂടെ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പം ഈ സമവാക്യം കൂടെ ഹൈഡ്രജൻ ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന രാസസമവാക്യം, ഹൈഡ്രജൻ ഉണ്ടാവുന്ന രാസസമവാക്യം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മളിപ്പോൾ ഈ 3 രാസപ്രവർത്തനങ്ങൾ നടത്തി നോക്കിയത്? ആദ്യം ജലവുമായുള്ള രാസപ്രവർത്തനം പരിശോധിച്ച് നോക്കി, പിന്നെ വായുവായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നോക്കി,
പിന്നെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നോക്കി. ഈ 3 രാസപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയത് എന്തിനാ? ക്രിയാശീല ശ്രേണി തയ്യാറാക്കാനല്ലേ? രാസപ്രവർത്തനം നടത്തി നോക്കിയിട്ടല്ലേ ക്രിയാശീലം കൂടുതൽ ആർക്കാണ്, അതിനേക്കാൾ കുറവാർക്കാണെന്ന് കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതുപോലെ ധാരാളം രാസപ്രവർത്തനങ്ങൾ ലോഹങ്ങൾ ഉപയോഗിച്ച് ചെയ്തു നോക്കി നമ്മൾ കണ്ടെത്തിയ ക്രിയാശീല ശ്രേണിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഈ ക്രിയാശീല ശ്രേണി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ലോഹങ്ങളെ ക്രമീകരിച്ച് വെച്ചതാണ്. ഈ ഒരു ശ്രേണി നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലെ അനവധി രാസപ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയിട്ടാണ്. ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ഇതുപോലെ ചെയ്തു നോക്കിയിട്ട് വി പ്രിപ്പയർഡ് എ കെമിക്കൽ റിയാക്ടിവിറ്റി സീരീസ്. ദിസ് ഈസ് റിയാക്ടിവിറ്റി സീരീസ്. അത് ഏറ്റവും മുകളിൽ ഏതാ? പൊട്ടാസ്യം K. എന്തുകൊണ്ട് പൊട്ടാസ്യം മുകളിൽ വെച്ചു? ഇറ്റ് ഹാസ് ഹയസ്റ്റ് റിയാക്ടിവിറ്റി ദാൻ എനി അതർ മെറ്റൽസ്. ഇപ്പോൾ ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രിയാശീലം കൂടിയ ലോഹം ഏതാ വെച്ചാൽ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തേക്കാൾ ക്രിയാശീലം കുറവാണ് സോഡിയത്തിന്, അതിനേക്കാളും കുറവ് കാൽസ്യത്തിന്, അതിനേക്കാളും കുറവ് മഗ്നീഷ്യത്തിന്. ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഹൈഡ്രജനെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ ഒരു മെറ്റലാണോ, ലോഹമാണോ? അല്ല. എന്നിട്ടും എന്തിനെ ഹൈഡ്രജനെ റിയാക്ടിവിറ്റി സീരീസിൽ ഉൾപ്പെടുത്തിയത്? അതിന് 2 കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ലോഹങ്ങളെപ്പോലെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് എ നോൺ മെറ്റൽ, ബട്ട് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് മെറ്റൽസ് in some chemical reactions. ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പം ലോഹങ്ങളെപ്പോലെ പെരുമാറാൻ കഴിയുന്ന ഒരു മൂലകമാണ്, ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ. എന്ന് പറഞ്ഞാൽ ലോഹങ്ങളൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഹൈഡ്രജൻ ആൾസോ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. സോ ഹൈഡ്രജൻ വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദിസ് റിയാക്ടിവിറ്റി സീരീസ്. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഹൈഡ്രജൻ ഇറ്റ് ഈസ് എ ബോർഡർ. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്നവ വളരെ ക്രിയാശീലം കൂടിയ ലോഹങ്ങളും ഹൈഡ്രജൻ്റെ താഴെ വരുന്നവ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ലോഹങ്ങളാണെന്ന് പറയാം. പൊതുവെ ജനറലി അങ്ങനെയാണ് പറയാം. നേരത്തെ തന്നെ നിങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കോപ്പറിന് കഴിഞ്ഞോ? ഇല്ല. കോപ്പർ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ. ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ്റെ താഴെയല്ലേ കോപ്പർ? അല്ലേ? ഹൈഡ്രജൻ്റെ താഴെ കോപ്പർ വെച്ചത് എന്തുകൊണ്ടാണ്? ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിന്. ഹൈഡ്രജനേക്കാളും ക്രിയാശീലം കുറഞ്ഞ കോപ്പറിന് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല. കോപ്പർ is less reactive than hydrogen, so copper cannot remove hydrogen from hydrochloric acid. That means position of copper in reactivity series is below hydrogen. That means copper has less reactivity than hydrogen, so copper cannot remove hydrogen from acid, any other acid. Okay. ഇനി മറ്റ് ലോഹങ്ങളൊക്കെ നമ്മൾ നേരത്തെ ടെസ്റ്റ് ട്യൂബിലിട്ട മറ്റ് ലോഹങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു? ഒന്ന് മഗ്നീഷ്യം ആയിരുന്നു. കണ്ടോ? മഗ്നീഷ്യം, പിന്നെ സിങ്ക്, അയണ്, ലെഡ്. ഈ ലെഡും അയണും സിങ്കും മഗ്നീഷ്യം ഹൈഡ്രജൻ്റെ മുകളിലല്ലേ? The position of magnesium, zinc and lead are above the hydrogen in reactivity series. ക്രിയാശീല ശ്രേണിയിൽ ലെഡിൻ്റെയും അയണിൻ്റെയും സിങ്കിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സ്ഥാനം ഹൈഡ്രജൻ്റെ മുകളിലാണ്. അതുകൊണ്ട് അവർക്ക് ഹൈഡ്രജനേക്കാളും ക്രിയാശീലം കൂടുതലാണ്. അതുകൊണ്ട് ആ ലോഹങ്ങൾ ഹൈഡ്രജനെ എളുപ്പത്തിൽ ആസിഡിൽ നിന്നും സ്വതന്ത്രമാക്കും. അതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ഉണ്ടായത്. എന്നാൽ കോപ്പർ ഹൈഡ്രജൻ്റെ താഴെയാണ്. പൊസിഷൻ ഓഫ് കോപ്പർ ഈസ് ജസ്റ്റ് ബിലോ ദ ഹൈഡ്രജൻ. സോ റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് ലെസ് ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ ലോഹമാണ് കോപ്പർ. അതുകൊണ്ട് കോപ്പറിന് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല. കോപ്പർ ക്യാനോട്ട് റിമൂവ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. മക്കളെ നന്നായി പഠിക്കുക. നിങ്ങൾ എന്താണ് ക്രിയാശീല ശ്രേണി, റിയാക്ടിവിറ്റി സീരീസ് എന്ന് നമ്മൾ പഠിച്ചു.
ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചുണ്ടാക്കിയ ശ്രേണിയാണ്. ആ ശ്രേണിയാണ് ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം നിങ്ങൾ. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മാഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഈ രീതിയിൽ കാണാതെ പഠിക്കണം. ഏറ്റവും താഴെ സിൽവറും ഗോൾഡും വെള്ളിയും സ്വർണ്ണമാണ്. നിങ്ങൾ നോക്കി ഏറ്റവും വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഏറ്റവും അടിയിലാണ് വരുന്നത്. എന്തേ വിലപിടിപ്പുള്ള ലോഹങ്ങളാവാൻ കാരണം അതറിയാം നിങ്ങൾക്ക്? ഒന്ന്, ഇവ നശിക്കാത്ത ലോഹങ്ങളാണ്. എന്തേ നശിക്കാതിരിക്കാൻ കാരണം റിയാക്ടിവിറ്റി കുറവായതുകൊണ്ടാണ്, പ്രവർത്തനശേഷി കുറവായതുകൊണ്ടാണ്. അപ്പോൾ സിൽവറിനും ഗോൾഡിനും സ്വർണ്ണത്തിനും രാസപ്രവർത്തനശേഷി കുറവാണ്, ഏറ്റവും താഴെയാണ്. അതുകൊണ്ട് അന്തരീക്ഷ വായുവിലോ എവിടെ തുറന്നു വെച്ചാലോ നശിക്കില്ല. അപ്പം ഏറ്റവും താഴെയാണ് സിൽവറും ഗോൾഡും. എന്തുകൊണ്ട് ഏറ്റവും താഴെയായി? ഏറ്റവും റിയാക്ടിവിറ്റി രാസപ്രവർത്തനശേഷി കുറവാണ്. എന്താ രാസപ്രവർത്തനശേഷി കുറഞ്ഞല്ല ഗുണം? നശിക്കൂല, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടില്ല, നശിക്കൂല. അതുകൊണ്ടാണ് വില കൂടുതൽ. അപ്പോൾ കഥയുടെ രൂപത്തിലോ പാട്ടിൻ്റെ രൂപത്തിലോ ആളുകളുടെ പേരിൻ്റെ രൂപത്തിലോ ഒക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളതൊന്ന് മനസ്സിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണം നിങ്ങൾ അമർത്തുക. അടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.